സുഹൃത്തുക്കളെ, മത്സര പരീക്ഷകൾക്ക് ചോദിക്കുന്ന ഒരു റീസണിംഗ് എബിലിറ്റി ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ചതുരങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുക എന്ന കാറ്റഗറിയിൽപ്പെടുന്ന ക്വസ്റ്റ്യൻ. ചതുരങ്ങളുടെ എണ്ണം സമചതുരങ്ങളുടെ എണ്ണമല്ല, ചതുരങ്ങളുടെ എണ്ണമാണ് നമുക്കിവിടെ ആവശ്യപ്പെടുന്നത്. ഈ ചിത്രം നമ്മൾ പരിശോധിച്ചാൽ ഇതിലുള്ള ചതുരങ്ങളുടെ എണ്ണം നമുക്ക് എണ്ണി എടുക്കുന്നതിന് വേണ്ടി സാധിക്കും. 1 2 3 4 5 6 7 8, പിന്നെ ഒരു വലിയ ചതുരം 8 1 9 ചതുരങ്ങളാണ് ഇതിലുള്ളത്. 9 ചതുരങ്ങൾ. എന്നാൽ ഇതേപോലെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫിഗേഴ്സ് വരുമ്പോൾ ഇങ്ങനെ കൗണ്ട് ചെയ്തെടുക്കുന്നത്, എണ്ണിയെടുക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനൊരു എളുപ്പ മാർഗമുണ്ട്, അത് നമുക്ക് ഈ വീഡിയോയിൽ പഠിക്കാം. ഇവിടുത്തെ ചതുരങ്ങളുടെ എണ്ണം നമ്മൾ നോക്കുമ്പോൾ ആദ്യം 1 2 സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്ന ചെറിയ ചതുരങ്ങളുടെ എണ്ണം വലത്തോട്ട് 1 2, താഴോട്ട് 1 2. ഇനി നമ്മൾ ചെയ്യേണ്ടത് 1 + 2, 1 + 2 = 3, താഴോട്ട് 1 + 2 = 3. ഇവിടെ ചതുരങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞത് ഇവ തമ്മിൽ ഗുണിച്ചാൽ മതി. 3 × 3 = 9. അത് തന്നെയാണ് നമ്മൾ കൗണ്ട് ചെയ്തപ്പോഴും കിട്ടിയത്. എന്നാൽ കൗണ്ട് ചെയ്യാതെ വളരെ എളുപ്പം നമുക്കിങ്ങനെ കണ്ടുപിടിക്കാം. ഇനി നമുക്ക് രണ്ടാമത്തെ ചിത്രം നോക്കാം. ഇവിടെ നമുക്ക് വലത്തോട്ട് 1 2 3 3 ചതുരങ്ങൾ, താഴോട്ട് 1 2 3. അപ്പോൾ 1 + 2 + 3 = 1 2 3 3 3 6. താഴോട്ട് 1 + 2 + 3 = 6. ഈ 6 തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 36 കിട്ടും. അതായത് ഈ ചിത്രത്തിൽ 36 ചതുരങ്ങളുണ്ട്. ഇനി ഈ ചിത്രം പരിശോധിച്ചാൽ 1 2 3 4, വലത്തോട്ട് 4, താഴോട്ട് 1 2 3 4. ഇനി നമ്മൾ ആഡ് ചെയ്താൽ 1 + 2 + 3 + 4 = 1 2 3 3 3 6 4 10. വലത്തോട്ടുള്ള അക്കങ്ങൾ കൂട്ടുമ്പോൾ 10. താഴോട്ട് അതേപോലെ 1 + 2 + 3 + 4 = 10. അപ്പോൾ ഇവിടുത്തെ ആകെ ചതുരങ്ങളുടെ എണ്ണം ഇവ തമ്മിൽ ഗുണിച്ചാൽ മതി. 10 × 10 = 100 ചതുരങ്ങൾ ഉണ്ടായിരിക്കും ഈ ചിത്രത്തിൽ. ഇനി ഇത്തരത്തിൽ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 1 2 3 4 5, വലത്തോട്ട് 5 കോളങ്ങൾ, താഴോട്ട് 1 2 3. ഇതിൽ എത്ര ചതുരങ്ങൾ ഉണ്ടെന്ന് അറിയാനായിട്ട് ആദ്യം നമ്മൾ വലത്തോട്ടുള്ള സംഖ്യ കൂട്ടണം. 1 + 2 + 3 + 4 + 5 = 1 2 3 3 3 6 6 4 10 5 15. ഇനി താഴോട്ടുള്ള കളങ്ങൾ 1 + 2 + 3 = 1 2 3 3 3 6. അപ്പോൾ ഇതിലാകെ ചതുരങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ 15 × 6 എടുത്താൽ മതി. 15 × 6 = 90. അപ്പോൾ ഈ ചിത്രത്തിൽ ആകെ ചതുരങ്ങളുടെ എണ്ണം 90. അപ്പോൾ ഈ രീതിയിൽ ഈ മെത്തേഡ് ഉപയോഗിച്ച് ആകെ ചതുരങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള നല്ല വീഡിയോസുമായി ഞാൻ വീണ്ടും വരും. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.